ഈശോയെ കുറിച്ച് അമ്മച്ചി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റിയതും ഈശോയോട് ഭയങ്കര സ്നേഹം തോന്നാൻ കാരണവും അച്ഛനാകാൻ തോന്നിയതും ഇങ്ങനൊരു വഴിയിലേക്ക് വരാൻ കാരണം എൻ്റെ ഉള്ളിലേക്ക് അമ്മച്ചി ഹീറോയിസം കുത്തിവെച്ചു. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു ലഹരി എനിക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ലോകത്തിലെ മറ്റ് ലഹരികളെ നോക്കി നോ പറയാൻ പറ്റി. APJ അബ്ദുൽ കലാമിനോട് പെൺകുട്ടി ചോദിച്ചില്ലേ, കലാം നീ എന്തുകൊണ്ടാ പെണ്ണ് കെട്ടാതിരുന്നത്? കലാം പറഞ്ഞില്ലേ, ഇന്ത്യയുടെ വികസനത്തെ കുറിച്ച് ചിന്തി പെണ്ണ് കെട്ടാൻ മറന്നുപോയി. ഒരു കാര്യത്തിലേക്ക് മുഴുവൻ ശ്രദ്ധയും ഒരു ലഹരി പോലെ കടന്നു വരുമ്പോ മറ്റെല്ലാത്തിനോടും നോ പറയാൻ ഒരു ശക്തി കിട്ടും. ഞാൻ ഓർക്കും, അമ്മച്ചി ചെറുപ്പത്തിൽ ക്ലാസ്സിൽ പോകാൻ നേരത്ത് രൂപത്തിന്റെ മുൻപിൽ നിർത്തി പ്രാർത്ഥിപ്പിക്കും. പാവം അമ്മച്ചി. ചെറുപ്പത്തിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ വീട് അങ്കമാലിക്കടുത്ത് താബോർ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. എൻ്റെ വീടാണ് എൻ്റെ കൂട്ടുകാരുടെ വീടുകൾക്കിടയിൽ ഏറ്റവും പൊട്ട വീടെന്ന് പറയാം. സാമ്പത്തികമായിട്ട് വലിയ ഒരു സാധാരണ കുടുംബം. അപ്പച്ചൻ അമ്മച്ചിക്ക് ഒരു വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അപ്പം ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു കഷ്ടമാണത്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ കുറേ കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു വീട്ടിൽ ജനിക്കായിരുന്നു. ഈ അപ്പനമ്മയ്ക്ക് അല്പം കൂടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും അപ്പനെയും അമ്മയിൽ നിന്നും സ്റ്റാൻഡേർഡ് ഉള്ളൊരു പിള്ള ഉണ്ടാവുക? എൻ്റെ ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു. എനിക്കാണെങ്കിൽ മഹാനായി തീരണമെന്നൊക്കെയാണ് ആഗ്രഹം, പക്ഷെ സ്റ്റാൻഡേർഡ് പോരാ. കുടുംബത്തിന് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അറിയാൻ ദൈവം അനുവദിച്ചു. അത് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ആൺപിള്ളേര് മാത്രമായി. ഞങ്ങളുടെ വീട്ടിൽ 3 പശുക്കളുണ്ടായിരുന്നു, 3 ആൺമക്കളും. പ്രഭാഷകന്റെ പുസ്തകം 19:33 പറയും, ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമാണ്, ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. യഥാകാലം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു, യഥാകാലം ഓരോന്നും നന്മയായി തെളിയുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമാണ്. എൻ്റെ അപ്പന്റെ വിദ്യാഭ്യാസം, എൻ്റെ അമ്മയുടെ ചിരി, എൻ്റെ അമ്മയുടെ സ്വഭാവ സവിശേഷതകൾ, എൻ്റെ വീടിന്റെ വലിപ്പം, എൻ്റെ വീടിന്റെ മുറിയുടെ ഡിസൈൻ പോലും, എൻ്റെ നാട്ടുകാരുടെ പ്രത്യേകത പോലും ദൈവം എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലുള്ള കാര്യമാണ്. ഞാൻ വേറൊരു വീട്ടിൽ ജനിച്ചെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛനാവില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുക, ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഈ 3 പശുക്കളുമായിട്ട് വീടിന്റെ അടുത്തുള്ള തോട്ടിലേക്ക് പോകണം. നിങ്ങൾ പശുക്കളെ കണ്ടിട്ടുണ്ടോ? ഒറിജിനലായിട്ട് പശുക്കളെ കുളിപ്പിച്ചിട്ടുണ്ടോ? അത് വലിയൊരു അപരാധമായിട്ട് കാണുക. പോട്ടെ, ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് 3 കൊല്ലക്കാലം. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഈ പശുക്കളുമായിട്ട് വീടിന്റെ അടുത്തുള്ള തോട്ടിലേക്ക് പോകും. അവിടെ നിർത്തി തേച്ചൊരച്ച് കുളിപ്പിക്കണം. പിള്ളേരെ കുളിപ്പിക്കണ പോലെ ഒന്നുള്ളത്. ഈ ലോകത്ത് ഇതുപോലെ ബോധമില്ലാത്തൊരു മൃഗത്തെ ഞാൻ കണ്ടിട്ടില്ല. ഒരു അത്യാവശ്യ കോമൺ സെൻസ്, മര്യാദ ഒട്ടുമില്ല. അവന് എപ്പോ വേണേലും എന്ത് കാര്യം ചെയ്യാം, ഒരു മര്യാദ വേണ്ടേ? എന്തൊരു മൃഗം. ഞാൻ ഇങ്ങനെ തേച്ചൊരച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മൈ ക്ലാസ്മേറ്റ്സ് പോകുന്നത് ഈ തോടിന്റെ കരയിലുള്ള റോട്ടിലൂടെയാണ്. ഇവന്മാർ അവിടെ വന്ന് വട്ടം കൂടി നിൽക്കും. എന്നിട്ട് ഞാൻ പശുവിനെ കുളിപ്പിക്കണ കാണാനേ, എന്നിട്ട് അവിടെ നിന്ന് കൂവും. എന്നിട്ട് അവന്മാരെ ഇടയ്ക്ക് വിളിക്കും, ഗോപാലോ. കണ്ട കളിപ്പേര്, നാണക്കേട്. ചില പെമ്പിള്ളേരെയും വിളിക്കും, അതാ സഹിക്കാൻ ഒട്ടും പറ്റാത്തത്. നിങ്ങൾ ഇപ്പൊ ചിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് എത്ര പ്രാവശ്യം അവരെ കല്ലെടുത്തറിയാൻ തോന്നിയെന്നറിയോ? പക്ഷെ ഞാൻ ഓർക്കുക, ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമാണ്. ഞാൻ ഈ റോമിൽ പഠിക്കുന്ന സമയത്ത് അവധിക്കാലത്ത് ജർമ്മനിയിൽ ജോലിക്ക് പോയായിരുന്നു. സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടിയത് BMW കാറിന്റെ കമ്പനിയിലാണ്. വളരെ ബുദ്ധിയുള്ളവർ ചെയ്യുന്ന പണിയാണെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു. അവിടെ ചെന്നപ്പോഴല്ലേ വളരെ ബുദ്ധിയുള്ളവർ ചെയ്യുന്ന പണി എനിക്ക് തോന്നുന്നു. ഒരു കാർ വന്ന് നിൽക്കുന്നു, ഒരുത്തൻ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്നു, ഒരുത്തൻ സോപ്പ് വെള്ളം ഒഴിക്കുന്നു, വേറെ ഒരുത്തൻ ഉരയ്ക്കുന്നു, വീണ്ടും വെള്ളം ഒഴിക്കുന്നു. അത് ഭയങ്കര ബുദ്ധി വേണം അത് ചെയ്യാനായിട്ട്. നാണക്കേട്. ഞാനുണ്ട്, വേറെ കുറച്ച് സായിപ്പ് പിള്ളേരുണ്ട്. ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുക, ഇതാ പണി കാലത്തോട്ട്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കൈവയ്ക്കുന്ന കാറിന് ഭയങ്കര വെണ്മ. അത്ഭുതം. അത് കമ്പനിയിൽ സംസാര വിഷയമായി. ആ ഇന്ത്യക്കാരൻ ഭയങ്കര സ്മാർട്ടാണല്ലോ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പലരും പറയാറുണ്ട്, ഞാനത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എന്താണ് കാരണം? നിങ്ങൾക്ക് അതിശയകരമായ ബുദ്ധിയാണ്, കണ്ടുപിടിച്ചു. 3 വർഷത്തെ സേവന പാരമ്പര്യം കണ്ടില്ലേ? കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. 2 ആഴ്ചയിൽ ഒരിക്കലും എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഞാൻ ഈ സായിപ്പ് പിള്ളേരുടെ സൂപ്പർവൈസർ. എന്ത് രസാന്ന് നോക്കിക്കേ. ഇപ്പോഴല്ലേ മനസ്സിലായത്, പശുവുള്ള വീട്ടിൽ കർത്താവിനെ മനഃപൂർവ്വം ജനിപ്പിച്ചതാണ്. ഞാൻ കൈ കെട്ടിയിട്ട് കഴുകടാ തുടക്കടാ, കഴുകടാ തുടക്കടാ എന്ന് പറയും.
ഈ പൊട്ടന്മാർ എത്ര കഴുകിയിട്ട് തുടച്ചിട്ട് വൃത്തിയാവണില്ല. കാരണം എന്താണ്? ഇവന്റെ ഒന്നും വീട്ടിൽ പശുക്കളില്ല. എനിക്ക് വയ്യ, എന്നെ സമ്മതിക്കണം. നോക്കിക്കേ, സിമ്പിൾ കാര്യമാണെങ്കിലും ഞാൻ അതിനകത്ത് ദൈവത്തിന്റെ അനന്തമായ പരിപാലന കാണുകയാണ്. ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞ അമ്മച്ചി, എന്തൊരു ജ്ഞാനമായിരുന്നു അറിയാം അമ്മച്ചിക്ക്, സ്വർഗീയ ജ്ഞാനം. അച്ഛൻ പറഞ്ഞു ബുദ്ധിയുള്ള അമ്മമാര് വേണം, ഭൗതികമായി വളർന്നവർ വേണം. എനിക്ക് അത് അല്പം കൂടി കൂട്ടി പറഞ്ഞാൽ സ്വർഗീയ ജ്ഞാനമുള്ളവർ വേണമെന്ന് ഞാൻ പറയും. സ്വർഗീയ ജ്ഞാനം അത് മനുഷ്യന്റെ ബുദ്ധിയെപ്പോലും അതിലംഘിക്കുന്നതാണ്. എന്തിനു വേണ്ടി? അമ്മച്ചി കുഞ്ഞുനാൾ മുതൽ എന്നെ രൂപത്തിന് മുന്നിൽ കൈകൂപ്പി നിർത്തി പ്രാർത്ഥിപ്പിച്ചു. പോകുന്ന വഴിക്ക് പ്രാർത്ഥിക്കാൻ കടലാസിൽ വചനങ്ങൾ എഴുതി പോക്കറ്റിലിട്ട് തന്നു. പോകുന്ന വഴിക്ക് എനിക്ക് തോന്നിയത് പറയാൻ അനുവാദമില്ല. അമ്മച്ചി പറഞ്ഞു, ദൈവം തന്ന നാവ് നല്ലത് മാത്രം പറയാവൂ. ഒരു തൃശ്ശൂരടുത്തുള്ള ഒരു കോടീശ്വര കുടുംബത്തിൽ നിന്ന് ഒരു അപ്പനും അമ്മേനെ കാണാൻ വന്നു. ഏക മകൻ, 17-11 വയസ്സ്. ഇവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറയാം, അച്ഛാ കഷ്ടപ്പാട്, ദുരിതമാണ്. എന്താണെന്നറിയോ? സങ്കടമാണ്, നിരാശയാണ്, മറ്റെല്ലാം ഉണ്ട്. വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ ഇവൻ പോയി വാതിൽ തുറന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് തെറി വിളിക്കും. എന്ത് ചെയ്യും അച്ഛാ? എവിടെയെങ്കിലും ആരെങ്കിലും കോണിമ്പലടിക്കാനായിട്ട് ഓടിച്ചെന്ന് ഷെയ്ക്കുന്നത് കഷ്ടല്ലേ? ഇവർ പറയാം, അച്ഛൻ ഞങ്ങൾ ആരും ഇങ്ങനെ പറയാറില്ല അച്ഛാ. നിങ്ങൾ പറയേണ്ട കാര്യമില്ല, നിങ്ങളെക്കാൾ നല്ല ടീച്ചേഴ്സ് പുറത്തുണ്ട്. യൂറോപ്പിലുള്ള അമ്മമാർക്ക് കേരളത്തിലുള്ള അമ്മമാരെക്കാൾ ഉത്തരവാദിത്വം കൂടുതലാണ്, ഒത്തിരി ഉത്തരവാദിത്വം കൂടുതലാണ്. നാട്ടിൽ നമ്മുടെ സമൂഹം, നമ്മുടെ ടീച്ചേഴ്സ് കുട്ടികളെ നേരെയാക്കാൻ ഒത്തിരി പങ്കുവഹിക്കുന്നുണ്ട്. അപ്പനും അമ്മയും കുടിയും ബഹളമുള്ള കുടുംബമാണെങ്കിലും മക്കളെ നാട്ടുകാർ നോക്കും. വഴി കിടന്നൊരുത്തൻ ബഹളം കാണിച്ച് എന്താ ചോദിക്കും, നല്ല തൊഴിയും കൊടുക്കും. ആരുടെ പിള്ളേരാണേലും. ക്ലാസ്സിൽ വല്ലതും കാണിച്ച കൂട്ടുകാരെങ്കിലും ആരെങ്കിലും അവരെ കറക്റ്റ് ചെയ്യും, ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യും. വീട്ടിൽ കുടുംബസമാധാനമില്ലാത്ത വീട്ടിലെ കുട്ടി പോലും നന്നായി പോകും. ഇവിടെ അങ്ങനെയല്ല. നിങ്ങളുടെ കണ്ണുമെട്ടുന്ന പിള്ളേർ പോയാൽ പിന്നെ അവരിലേക്ക് സിറിഞ്ച് ചെയ്യണത് മുഴുവൻ തിന്മയാണെന്ന് ഞാൻ പറഞ്ഞില്ലേലും പലപ്പോഴും ദൈവത്തിന് നിരക്കാത്തതാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, നിങ്ങൾ പോലും ചിലപ്പോൾ കേരള സംസ്കാരത്തെ മാനിക്കാതെ പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചില രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില അമ്മമാരും ചേട്ടന്മാരും പറയും, കേരളം, ഒരു കേരളം. അമ്മച്ചിയുടെ മക്കളും പറയും. ചില ചേച്ചിമാർ വളരെ ക്രെഡിറ്റോടെ പറയും, എൻ്റെ മക്കൾ മലയാളമൊന്നും പറയില്ല, മലയാള ഭാഷയോട് പുച്ഛം പാടില്ല. എനിക്ക് തോന്നാറുണ്ട്, ദൈവ മക്കൾക്ക് വളരാൻ ഇതുപോലെ നല്ലൊരു മണ്ണ് ലോകത്തില്ല. ദൈവ മക്കൾക്ക് വളരണമെങ്കിൽ വളരാൻ ഇതുപോലെ നല്ല മണ്ണില്ല. നമ്മളൊക്കെ അവിടെ വളർന്നുകൊണ്ട് നിങ്ങളിങ്ങനെ അടുക്കത്തോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് ഞെരിപിരി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയനെ. ഇരിപ്പിൻ്റെ പോലും ഒരു അടക്കവും ഒതുക്കമുണ്ട്, ഒരു ഭംഗിയുണ്ട് കാണാൻ, ഒരു ശാലീനതയുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. നമ്മുടെ കുട്ടികൾ എന്തിനു പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്നത്, ഞെരിപിരി കൊള്ളുന്നത്. അവർക്കിരിക്കാൻ പറ്റത്തില്ല, അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല പലപ്പോഴും. അതുകൊണ്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ കെയർ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വേണം, എക്സ്ട്രാ കെയർ. കാരണം അവരിലേക്ക് പല രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് കുത്തിവെക്കുന്നത്. എവിടെ ഒരു പ്രോഗ്രാമിന് ഞാൻ കണ്ടു, യൂറോപ്പിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു അപ്പൻ അമ്മയുമായി മോളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല. അപ്പൻ അവളുടെ കരണക്കുറ്റിക്ക് 2 തൊഴി അങ്ങോട്ട് കൊടുത്തു. റെഡി, 4 കൊല്ലമായി നിനക്കൊരു തൊഴി തരാൻ ഞാൻ ഇരിക്കണം. പുറത്തു വെച്ച് തല്ലാൻ പറ്റില്ലല്ലോ, അതൊരു ഗതികേടാണ്. സ്വിറ്റ്സർലൻഡിൽ ധ്യാനത്തിന് പോയി ഒരു ചേട്ടൻ പറയാ, അച്ഛാ 15 വയസ്സുള്ള പെൺകുട്ടി പറയാ, ഡാഡിക്ക് ഇവിടുത്തെ റൂളൊക്കെ അറിയാലോ അല്ലേ? ഇവളെ കുറ്റം പറഞ്ഞപ്പോൾ അവള് പറയണ വർത്താനമാണത്. ഡാഡിക്ക് ഇവിടുത്തെ റൂളൊക്കെ അറിയാലോ. നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ പലപ്പോഴും ഭീഷണികളുടെ നിലവിലാണ് കഴിയുന്നത്. കുട്ടികളോട് കൗൺസിലേഴ്സ് ചോദിച്ചാൽ മതി, അമ്മ തല്ലുന്നുണ്ടോ, സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരുമല്ലോ. ഒരു ചെറിയ കേസ് വന്നാൽ മതി. ഞാൻ ഓർക്കുക, അതൊരിക്കലും ദൈവത്തിന്റെ നിയമമേ അല്ല. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നുണ്ട്, ശിശുവിന്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു, ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടി ഓടിക്കുന്നു എന്ന് പറയുന്നത്. അടി വടി എന്നൊക്കെ പറയുന്നത് ഒരു അനുഗ്രഹമാണ്. അത് കിട്ടിയതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് എന്തോരം തൊഴിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ? എണ്ണീട്ടില്ല, പലപ്പോഴും അൺകൗണ്ടബിൾ ആയിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അടി. അപ്പച്ച ഒരു സൈഡിൽ ഈ ചൂരിന്റെ ഈർക്കിളിയും ഒരു സൈഡിൽ ചൂരലും, അത് ഡിഗ്രി അനുസരിച്ചാണ് കൊടുക്കണത്. ആദ്യത്തെ അടി അപ്പച്ച എന്താണ് അടിച്ചത്? എടാ, പ്രാർത്ഥനയ്ക്കിടയിൽ കോട്ടുവായി ഇടരുത്. കോട്ടുവായി അറിയാം, കാണിക്കുന്നത് കോട്ടുവായ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയണം? അങ്ങനെയാണ് പറയണത്. ഇങ്ങനെ അതോടെ കോട്ടുവായ ബ്ലോക്കായി പോയി. രണ്ടാമത്തെ അടി, ഇതെന്തിനാണ് അപ്പച്ച? എടാ, പ്രാർത്ഥന സ്ഫുടമായിട്ട് ചൊല്ലണം.
കൃത്യമായിട്ട് പ്രാർത്ഥന ചൊല്ലണം സ്ഫുടമായി. ഞാൻ ഇവിടെ ചുറ്റിലുണ്ടായിരുന്ന സമയത്ത് ഒരു നമസ്കാരം പറഞ്ഞേൽപ്പിക്കാൻ വന്നു. ഈ കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥന ചൊല്ലി കേൾപ്പിക്കണം. അപ്പോഴാണ് ഈ അടിയുടെ വില എനിക്ക് മനസ്സിലായത്. ഒരുത്തം വന്ന് അവരെ ഇരിപ്പും മട്ടും കണ്ടിട്ട് പറയണേ, അച്ഛൻ ഏത് പ്രാർത്ഥനയാ? ഇവന്റെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാമോ? പിന്നെന്തേ അവൻ അങ്ങോട്ട് തുടങ്ങിയിട്ടൊരു പോക്ക് അങ്ങോട്ട് പോയി. നന്മ പറഞ്ഞു പറയുമേ ആഗസ്തി കർത്താവേ എനിക്ക് ആകെ മനസ്സിലായി നന്മ നിറഞ്ഞ മറിയമേ ആഗസ്തി എന്ന് മാത്രം മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ പൊന്നു മോനെ നിർത്തിച്ചില്ലേ? നിർത്തിയേ പോയി. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു സ്പീഡുണ്ട്. അച്ഛാ പോക്കിൽ അങ്ങോട്ട് പോയാൽ കിട്ടും. ഇടയ്ക്ക് നിർത്തിയ വീണ്ടും തുടങ്ങണം ആദ്യത്തേത്. എന്താ അങ്കാന്ന് പറയണത്? ചില നാട്ടിലെ വീട്ടില് പ്രാർത്ഥന ചെല്ലണത് പല ഭാഷയിൽ വാർത്ത വായിക്കണ പോലെയാണ്. എന്തെല്ലാം ബഹളമാണല്ലേ. നമുക്കൊക്കെ ശരിക്കും നല്ല അടി കിട്ടിയത് കൊണ്ട് നമുക്കൊക്കെ അതിനൊരു പക്വതയുണ്ട്. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. അപ്പൊ നിങ്ങളൊരു വലിയ സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നത് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അടുത്ത് പിള്ളേരെ കിട്ടുമ്പോൾ വെറുതെ സീരിയലിന് മുമ്പ് വരുന്നൊരു കാര്യമില്ല, സിനിമ വെച്ചിരുന്നൊരു കാര്യമില്ല. ഈ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക, മനസ്സിലായോ? പുറത്ത് ചെന്നാലും അതിനെ പ്രതിരോധിക്കാൻ തക്ക വിധം ഇഞ്ചക്ട് ചെയ്യണം. ഞാൻ ഈയിടെ ഒരു പാട്ട് എഴുതിയിരുന്നു, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. മലയാറ്റൂർ മല കയറുന്ന സമയത്ത് അറിയാതെ എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു പാട്ടാണ്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിന്മേലങ്കിക്കുള്ളിൽ, ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. പ്രാർത്ഥിക്കണം, ഈശോ എൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കണം, ഒരു തിന്മയും കാണാതെ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മച്ചി ചെറുപ്പത്തിൽ അങ്ങനെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പൊതിഞ്ഞു പിടിക്കാൻ, ഒരു തിന്മയും കാണാത്തതുപോലെ. കള്ളൻ ഒരു കാര്യം മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ, മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന വസ്തുവിനെയോ വ്യക്തിയെയോ പൊതിഞ്ഞു വെച്ചാൽ മോഷണ ശ്രമം പരാജയപ്പെടും, മോഷ്ടിക്കാൻ പറ്റില്ല. ഈശോ നമ്മളെ പൊതിഞ്ഞു പിടിക്കും. ഈശോയ്ക്ക് മാത്രമേ നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കാൻ പറ്റൂ, വേറെ ഒരു സംവിധാനത്തിനും പറ്റില്ല. എൻ്റെ പ്രിയമുള്ള അമ്മമാരെ, നിങ്ങളുടെ അടുത്ത് മക്കൾ വരുമ്പോൾ നിങ്ങളിങ്ങനെ ഇരുത്തി എക്സ്ട്രാ കാറ്റഗിസം കൊടുക്കണം, പഠിപ്പിക്കണം, പ്രാർത്ഥിപ്പിക്കണം, ദൈവഭക്തിയുള്ളവരാക്കി അവരെ മാറ്റണം. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയെ വിളിക്കുമ്പോൾ അമ്മ ചോദിക്കും, മോളെ എങ്ങനെയുണ്ട് ഭക്ഷണം? എത്ര ദിവസം മീനുണ്ട്? എത്ര ദിവസം മുട്ടയുണ്ട്? ഇറച്ചിയുണ്ടാ? പാലുണ്ടാ? കുതുകടിയുണ്ടാ? മോൾക്ക് നിറം വെച്ചാ? ഇങ്ങനെയെല്ലാം ചോദിക്കണം. അമ്മ ചോദിക്കാൻ മറന്നു പോണ ചില ചോദ്യങ്ങളുണ്ട്. നീ പ്രാർത്ഥിക്കാറുണ്ടോ? നിന്റെ കൂട്ടുകാരാരാ? ബൈബിൾ വായിക്കാറുണ്ടോ? ദൈവിക കാര്യങ്ങൾ ചോദിക്കാൻ മറന്നു പോവാ. പിശാച് അത് മറപ്പിക്കുകയാണ്, മറച്ചേക്കുക. ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകട്ടെ. കൂടുതൽ ശ്രദ്ധയോടെ ദൈവിക കാര്യങ്ങൾ മക്കളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. വലിയൊരു ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ മക്കളിലൂടെ ഈ ദേശം പോലും അനുഗ്രഹിക്കപ്പെടണം. നമ്മിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ഇംഗ്ലീഷുകാർ പോലും അനുഗ്രഹിക്കപ്പെടണം. എനിക്ക് മനസ്സിലാക്കാൻ വലിയൊരു സത്യം, ലോകത്തെ മറ്റേത് രാജ്യത്തേക്കാൾ കൂടുതലും മലയാളികൾ ഒരു രാജ്യത്തെ വിശ്വാസത്തിൽ ചലിപ്പിക്കുന്നത് UK-യിലാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയത്തില്ല, ഇവിടത്തുള്ള അനേകം ബിഷപ്സ് നമ്മുടെ നാട്ടിലുള്ള ബിഷപ്സിനെ എപ്പോഴും എഴുത്തുവിടും. നാട്ടിലുള്ള, കേരളത്തിലുള്ള നിങ്ങളുടെ ക്രൈസ്തവ സഭയുടെ സാന്നിധ്യം UK-യിലെ സഭയ്ക്ക് ആത്മീയ ഉണർവിന് കാരണമാണ്. അത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലാകട്ടെ, വീടുകളിലാകട്ടെ, പോകുന്ന വഴികളിലാകട്ടെ, ഈ വിശ്വാസം, ഈ ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിങ്ങനെ പരത്തണം. അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് അത് പ്രചരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും അസ്വസ്ഥതകളെയും ഭാരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാനായിലെ കൽഭരണിയാണ് ഞാൻ.
പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചു വരുത്തിയിട്ട് വീഞ്ഞു കൊടുക്കാനില്ലാത്ത വീടിൻ്റെ ദുരന്താവസ്ഥ. ജീവിതത്തിലേക്ക് ഭർത്താവിനെ വിളിച്ചു, മക്കളെ വിളിച്ചു, വീഞ്ഞു കൊടുക്കാനില്ല, കൊടുക്കാനുള്ളത് വെള്ളം, ചിലപ്പോൾ വെള്ളം പോലും ഇല്ല. എന്നാണ് എൻ്റെ ജീവിത കൽഭരണിയിലെ വെള്ളം വീഞ്ഞായി മാറുക. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.